അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. റമദാൻ ആയി എന്നുറപ്പായാൽ, മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞൊരു ഹംദ് ചെയ്യലാണ്. അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് വലിയ ഭാഗ്യമാണ്. റമദാൻ ഒരു മനുഷ്യന് ലഭിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആദ്യമായി നമ്മൾ ഹംദ് ചെയ്യുക. മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ദിക്റുണ്ട്, അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ദിക്ർ ചെല്ലുക. പിന്നെ റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ നമ്മൾ കാര്യമായി ചെയ്യേണ്ടത് ഒരു സൂറത്ത് പാരായണം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തെ നമ്മുടെ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ തടസ്സവും ഉണ്ടാവില്ല. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ല, വലിയ പരീക്ഷണങ്ങളൊന്നും നേരിടേണ്ടി വരില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു കാര്യം, മഹാനായ റൂഹുൽ ബയാനിൽ, തഫ്സീർ റൂഹുൽ ബയാനിൽ അതിൻ്റെ മുസന്നിഫ് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരാൾ റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ സുന്നത്ത് നിസ്കാരത്തിൽ, ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ, ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്ത് ഓതുകയാണെങ്കിൽ ഒരു വർഷക്കാലം പിന്നെ പ്രയാസങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സൂറത്ത് നമുക്ക് ഏതെങ്കിലും നിസ്കാരത്തിൽ ഓതാൻ കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് സാധാരണ നമ്മൾ ഇരുന്ന് ഓതിക്കഴിഞ്ഞാലും, സാധാരണ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നത് പോലെ നമ്മൾ ഒരു ഈ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഉപകാരം നമുക്ക് ലഭിക്കും. നമ്മുടെ നിയ്യത്ത് നന്നായാൽ മതി. ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്ത് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് നല്ലതിന് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ തറാവീഹ് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്നത്തെ തറാവീഹ് ആത്മാർത്ഥമായി നമ്മൾ തറാവീഹ് നിസ്കരിക്കുക. റമദാനിലെ ആദ്യ തറാവീഹ് ഒരാൾ ആത്മാർത്ഥമായി നിസ്കരിച്ചു, ആ തറാവീഹ് അള്ളാഹു സ്വീകരിച്ചു എങ്കിൽ അയാളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു നൽകുമെന്നാണ്. ഉമ്മ പ്രസവിച്ചതുപോലെ അയാളായി മാറും എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റമദാനിൻ്റെ ആദ്യ രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ മാസത്തിലെയും ആദ്യ ദിവസത്തിന്, ആദ്യ രാത്രിക്ക് വലിയ പ്രത്യേകതയുണ്ട്. പക്ഷേ റമദാൻ ആകുമ്പോൾ ആ ഒരു പ്രത്യേകത ഒന്നുകൂടി വർദ്ധിക്കും എന്നുള്ളതാണ്. റമദാൻ എന്ന് പറയുന്ന മാസം തന്നെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന മാസമാണ്. ചെറിയ ചെറിയ നന്മകൾക്ക് പോലും വലിയ വലിയ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ റമദാനിൻ്റെ ആദ്യ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ കാരുണ്യം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ അവൻ്റെ അടിമകളിലേക്ക്, സൃഷ്ടികളിലേക്ക് അള്ളാഹു നോക്കുമെന്ന്. അള്ളാഹു നോക്കിക്കഴിഞ്ഞാലോ പിന്നെ അള്ളാഹു അവനെ ഒരിക്കലും ശിക്ഷിക്കുകയുമില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നമ്മിലേക്ക് നോക്കണം, അള്ളാഹു നമ്മെ നിരീക്ഷിക്കണം. അള്ളാഹു നമ്മിലേക്ക് നോക്കണമെങ്കിലോ നമ്മൾ അള്ളാഹിനെ കൂടുതലായി ഓർക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ, ഖുർആൻ പാരായണം നടത്തി കഴിഞ്ഞാൽ, നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമ്മിലേക്ക് നോക്കും. നമ്മൾ അശ്രദ്ധരായി ജീവിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹു നമ്മിലേക്ക് നോക്കില്ല. അള്ളാഹു നോക്കില്ല എന്ന് വെച്ചാൽ അള്ളാഹു എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തിൻ്റെ നോട്ടം അത് നമ്മിലേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യത്തിൻ്റെ, റഹ്മത്തിൻ്റെ നോട്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇന്നത്തെ രാത്രി നമ്മൾ സാധാരണ ഒരു രാത്രിയെ പോലെ ഒരിക്കലും നമ്മൾ തട്ടി നീക്കരുത്, തള്ളിക്കളയരുത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടുതലായി ചെയ്യണം. കുറേ ദിക്റുകൾ ചെല്ലണം, സ്വലാത്ത് കഴിയും പോലെയൊക്കെ സ്വലാത്ത് ചെല്ലുക. അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, ഈ ദിക്ർ മനസ്സറിഞ്ഞ് ചെല്ലുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു, പാപം പൊറുക്കാൻ ഞാൻ അള്ളാഹുവിനോട് യാചിക്കുന്നു. അതുപോലെ തന്നെ അസ്അലുക്കൽ ജന്ന, അള്ളാഹുവേ, അള്ളാഹുവിനോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. അഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ഈ ദിക്ർ ചെല്ലുക. പിന്നെ റഹ്മത്തിൻ്റെ 10 റഹ്മത്തിൻ്റെ 10 ആദ്യ രാത്രിയാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ്. അപ്പോൾ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്നുള്ള ആ ഒരു ദിക്ർ, ആദ്യ 10 ചെല്ലേണ്ടുന്ന ദിക്ർ ആദ്യ രാത്രി കൂടുതലായും വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മിലേക്ക് നോക്കാതിരിക്കില്ല, അള്ളാഹു നമ്മിലേക്ക് നോക്കും.
അള്ളാഹ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ കാര്യമൊക്കെ സലാമത്താകും. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നത്തെ രാത്രി എല്ലാ നിലക്കും അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പിന്നെ ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കുക, ഈ റമദാൻ പൂർത്തിയാകുന്നതിന് മുമ്പ് മിനിമം ഒരു ഖത്തമെങ്കിലും ഞാൻ ഖുർആൻ പാരായണം നിർവഹിച്ചിരിക്കും. പിന്നെ നിസ്കാരങ്ങൾക്ക് അതിൻ്റെ കൃത്യസമയത്ത് തന്നെ, അതിൻ്റെ അവ്വല് വഖത്തിൽ തന്നെ ഞാൻ നിർവഹിച്ചിരിക്കും. നമ്മളെന്തായാലും നിസ്കാരം ഖളാക്കാൻ പാടില്ല, എല്ലാം അതിൻ്റെ വഖത്തിൽ തന്നെ നിസ്കരിക്കണം. അത് തന്നെ ആദ്യ വഖത്തിൽ തന്നെ നിസ്കരിക്കണം എന്നുള്ളൊരു തീരുമാനം നമുക്കുണ്ടാവുക. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്ന് പറയുന്നത് നിസ്കാരം അവ്വല് വഖത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്കൊരുവിധ കോട്ടവും സംഭവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് ശുദ്ധ റമദാനാണ്, ഖുർആനിൻ്റെ മാസമാണ്. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. എന്തായാലും ഒരു ഖത്മെങ്കിലും നമ്മൾ ചുരുങ്ങിയത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായി ഇതിനൊക്കെ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും. നമുക്ക് സമയമില്ല എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ തോന്നലാണ്. നമ്മൾ ആത്മാർത്ഥമായ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള സമയം നമുക്കുണ്ടാവും. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമുക്ക് 1-2 ദിവസം കൊണ്ടൊക്കെ ഓരോ ഖത്മ് തീർക്കാൻ വേണ്ടി കഴിയും. ഈ ഖുർആൻ ഖത്മ് ചെയ്യുക വലിയൊരു സംഭവമായിട്ട് നമ്മൾ കരുതൊന്നും വേണ്ട. ഓതണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് 7-8 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ അത്യാവശ്യം സ്പീഡിലൊക്കെ ഓതുകയാണെങ്കിൽ 7-8 മണിക്കൂർ കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഖുർആൻ ഖത്മ് ചെയ്യാൻ നമുക്ക് കഴിയും. റമദാനിലൊക്കെ ഓരോ ദിവസവും ഓരോ ഖത്മ് ചെയ്യുന്ന ചില ഉസ്താദുമാരെയൊക്കെ എനിക്കൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് തീരുമാനിച്ചാൽ നമുക്ക് എന്തായാലും ഖത്മ് ചെയ്യാം. ഇനി ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും അതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് ഓരോ പേജ് വെച്ച് ഓതിയാൽ തന്നെ നമുക്ക് 30 ദിവസം കൊണ്ട് ഖത്മ് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. അള്ളാഹു നമുക്ക് നല്ലതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഈ റമദാൻ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. റമദാൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാവരും ദുആയിലേക്ക് ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.